ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം വിജയമായിരുന്നോ അല്ലയോ? കേരളത്തിലെ മീഡിയ, അതായത് ലെഫ്റ്റ്, ഒരു പ്രോ പാകിസ്ഥാൻ മോഡിൽ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ മീഡിയ ഇത് വലിയ പരാജയമെന്നൊക്കെ ഞാൻ ദേശാഭിമാനി ഉൾപ്പെടെ പല പത്രങ്ങളും എടുത്ത് കണ്ടു. അതിനകത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു, ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മോദി ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് സുബ്രഹ്മണ്യ സ്വാമിയും കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗം നടത്തുന്നതിന് മുമ്പായിട്ട്, അതായത് സുബ്രഹ്മണ്യ സ്വാമി ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തു. ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ബെഞ്ചമിൻ നെതന്യാഹുവിന് ശേഷം അമേരിക്കൻ പ്രസിഡൻ്റായി ചാർജ് എടുക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കും വിളിക്കുന്നത് കാണാൻ. അതേപോലെ സംഭവിച്ചു. ഇനി അടുത്ത പോയിന്റ്, മോദിയുടെ അമേരിക്കൻ പര്യടനം സക്സസ് ആയിരുന്നോ അല്ലയോ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഏറ്റവും വലിയൊരു ഹിസ്റ്റോറിക്കൽ സംഭവമായിരുന്നു ട്രംപ് മോദി, അതായത് ഡിസ്കഷനും ബയലാറ്ററൽ ടോക്സും ട്രേഡിൻ്റെ ടോക്സും ടാരിഫിൻ്റെ ടോക്സും മിലിറ്ററിയുടെ ടോക്സും എല്ലാം ചരിത്രപ്രധാനമായ വിജയമാണ്. അപ്പം നിങ്ങൾ ചോദിക്കുക, എന്താണ് ഇതിൻ്റെ ചരിത്ര പ്രാധാന്യമായ വിജയം എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം, ഇന്ത്യൻ ഡിഫൻസിൻ്റെ എക്കാലത്തുമുള്ള, അതായത് നമ്മളതിൻ്റെ ഹാർഡ്വെയർ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൊണ്ടിരുന്ന റഷ്യയിൽ നിന്നായിരുന്നു. അത് ഇപ്രാവശ്യത്തെ മോഡിയുടെ വിസിറ്റോടുകൂടി, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, റഷ്യ ഉക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു. കാരണം അവിടെ റഷ്യൻ ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്തു, അത് വലിയ പരാജയമായിരുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധം റഷ്യൻ ആയുധങ്ങളാണ് ടെസ്റ്റ് ചെയ്തത്, അതും പരാജയം. അപ്പോഴോട് ഞാനത് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു, ഡേറ്റ വെച്ച് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് പരാജയം. അവരുടെ S-400 X-300 ആൻറ്റി എയർക്രാഫ്റ്റ് എയർ ഡിഫൻസ് സിസ്റ്റം മുഴുവനും ഫെയിലിയറായി. അവരുടെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന MiG-29, അതേപോലെ സുക്കോയ് 30MK, റഷ്യ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്ന സുക്കോയ് 37 എന്ന് പറയുന്ന പുതിയ കാറ്റഗറിയിൽപ്പെട്ട എയർക്രാഫ്റ്റ്, ഇതൊക്കെ അവിടെ ഫ്ലൈ ചെയ്ത് ഫെയിലിയറായി. കാരണം നമ്മളിപ്പോൾ ഒരു വെപ്പൺ ഉണ്ടാക്കിയിട്ട് ട്രയലൊക്കെ കഴിഞ്ഞ ശേഷം ഇത് വാർഫീൽഡിൽ ഉപയോഗിച്ച സക്സസ് റേറ്റ് അനുസരിച്ചാണ് അതിനെ വിലയിരുത്തുന്നത്. ഇത് സക്സസ് ആകുമോ ഇല്ലയോ? നിങ്ങൾക്ക് വേറൊരു ഉദാഹരണം പറയാം. ഇന്ത്യ ബാലാക്കോട്ട് പാകിസ്ഥാൻ ടെറിട്ടറി കയറി അറ്റാക്ക് ചെയ്തു. എന്തുകൊണ്ടാണ് റഷ്യൻ എയർക്രാഫ്റ്റായ സുക്കോയ് അത് MiG-29 ഇന്ത്യ യൂസ് ചെയ്യാഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. കാരണം ഇന്ത്യൻ എയർഫോഴ്സിലുള്ള പൈലറ്റുമാർക്ക് വിശ്വാസമില്ല ആ എയർക്രാഫ്റ്റിൻ്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. കാരണം പഴയ സാധനമാണ്. ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ് വാർഫെയറിൻ്റെ അകത്ത് റഷ്യൻ എയർക്രാഫ്റ്റുകളും വെപ്പൺസും ഒബ്സിലീറ്റായി, ഔട്ട്ഡേറ്റഡായി. അത് ഈ വാറിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്കറിയാം എത്രമാത്രം ഇത് സക്സസ് റേറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും മാൻ ബിഹൈൻഡ് ദ മിഷനും മാറ്റർ ചെയ്യും. പക്ഷേ ലേറ്റസ്റ്റ് ടെക്നോളജിക്കൽ വെപ്പൺസ് ഏറ്റവും ഭയങ്കരമായിട്ട് ഇത് ചെയ്യും. അതിനകത്ത് നമ്മൾ കണ്ടൊരു സംഭവമാണ്, ഇസ്രായേൽ 2.5 മണിക്കൂർ കൊണ്ടാണ് ഇറാൻ്റെ വെടി തീർത്ത് കൊടുത്തത് F-35 വെച്ച്. അത് ലോങ് റേഞ്ചിൽ ഏകദേശം 2500-3000 അവർ ഇറാൻ്റെ ഡീപ്പിൽ അങ്ങ് പോയി. അതായത് ലോങ് ഹോൾ ഫൈറ്റർ അല്ല, ഡോഗ് ഫൈറ്റ് അല്ല, രണ്ടും വ്യത്യാസമാണ്. ഡോഗ് ഫൈറ്റും ലോങ് ഹോൾ ഡീപ് ഫൈറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് സക്സസ് റേറ്റ് വെച്ച് കഴിഞ്ഞാൽ 100%. ഈ പോയ എയർക്രാഫ്റ്റ് മുഴുവനും അതേപടി തിരിച്ചു വന്നു. 2.5 മണിക്കൂർ കൊണ്ട് ഇറാൻ്റെ കംപ്ലീറ്റ് എയർ ഡിഫൻസ് സിസ്റ്റവും മുഴുവനും താറുമാറാക്കി അടിച്ചു ദൂരെ കളഞ്ഞു. അതാണ് F-35 എന്ന് പറയുന്ന 5th ജനറേഷൻ എയർക്രാഫ്റ്റ്. അന്ന് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പം ഈ പറഞ്ഞ റഷ്യൻ ആരാധകരെ ഫാനുകൾ അതിൻ്റെ ഉടനെ എന്നെ തെറി വിളിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മറ്റേ രാഷ്ട്രീയക്കാരൻ പറയുന്ന പോലെ ഞാനെല്ലാം ഡേറ്റ വെച്ചാണ് പറയുന്നത്. ഞാൻ ഇന്ന് ഒന്ന് പറഞ്ഞ് അതുപോലെ 2 ദിവസം കഴിഞ്ഞ് വേറൊന്ന് പറഞ്ഞ് 3-ാമത്തെ ദിവസം വേറൊന്ന് പറഞ്ഞ് 3 വീഡിയോയ്ക്കും വ്യൂവേഴ്സ് ഉണ്ടാക്കിയുള്ള പരിപാടിയൊന്നും എനിക്കില്ല. ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, പറഞ്ഞു ഇന്നതാണ്, അതിൻ്റെ കാരണം ഇന്നതാണ്. അതായത് ഡേറ്റ ചെയ്ത് അത് അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതാണ്
ഞാൻ പറഞ്ഞു ഇതിൻ്റെ പ്രൊഫഷൻ മാത്രമല്ല, എൻ്റെ പാഷനാണ്. അപ്പം നമ്മൾ നോക്കാം എന്താണ് F-35 എയർക്രാഫ്റ്റ് ഇന്ത്യ വാങ്ങിയാൽ. അറിഞ്ഞിരിക്കണം, F-35 ഇന്ത്യ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം നാറ്റോ രാജ്യങ്ങളുടെ പുറത്ത്, അവർ നേരത്തെ ഇസ്രായേലിന് കൊടുത്തത് അത് അമേരിക്കയുമായിട്ടുള്ള വേറെ റിലേഷൻഷിപ്പാണ് ഇസ്രായേൽ. കാരണം അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് കാണുന്നൊരു രാജ്യമാണ് ഇസ്രായേൽ. അത് നേരത്തെ ഇസ്രായേലിന് കൊടുത്തു. നാറ്റോ രാജ്യത്തൊക്കെ ടർക്കിക്ക് കൊടുത്തു. പിന്നീട് ടർക്കിയുമായിട്ട് പ്രശ്നമുണ്ടാകുമ്പോൾ സസ്പെൻഡ് ചെയ്തു, ആ പരിപാടി നടക്കുന്നില്ലെന്ന് പറഞ്ഞു. അതായത് വെപ്പൺസ് കൊടുക്കാനോ ഈ പറയുന്ന നാറ്റോയുടെ ഈ F-35 സ്പെയർ പാർട്സ് പോലും അതിൻ്റെ ട്രെയിനിങ് ഫെസിലിറ്റീസ് പോലും ഇപ്പോൾ അമേരിക്ക കൊടുക്കുന്നില്ല. ഉറപ്പായിട്ട് ട്രംപ് സൗദി അറേബ്യയിൽ പോകുമ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ്റെ ആഗ്രഹമാണ് F-35. ഇത് 5th ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് ഏകദേശം 50 മുതൽ 60 വർഷം ഈ എയർക്രാഫ്റ്റ് ആയിരിക്കും ലോകത്തെ ഭരിക്കുന്നത്. അതിൻ്റെ പെർഫോമൻസ് ബേസ്ഡ് എങ്ങനെയാണ് സ്റ്റെൽത്ത്, അത് എത്രമാത്രം അറ്റാക്ക് കാരണം ചെയ്യാൻ സാധിക്കും, അതേപോലെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ എത്രമാത്രം അതിഭയങ്കരമായിട്ട് ജാം ചെയ്ത് നശിപ്പിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ എയർക്രാഫ്റ്റിൻ്റെ പ്രത്യേകത. ഇതൊന്നും ഈ പറയുന്ന സുക്കോയ് 37 അതേപോലെ തന്നെ ചൈന ഡെവലപ്പ് ചെയ്ത ജെ എന്ന് പറഞ്ഞൊരു ക്ലാസ്സിൽപ്പെട്ട ഈ സംഭവമൊന്നുമില്ല. ഈ ചൈനീസ് അത്രയും നാൾ യൂസ് ചെയ്ത് റഷ്യയുടെ ആയിരുന്നു. ഈ റഷ്യൻ ജെറ്റ് എയർക്രാഫ്റ്റിൻ്റെ സംഭവത്തെ പറ്റി ലോകം മുഴുവനും പറയുന്നുണ്ട്. കാരണം എന്നാണ് സോവിയറ്റ് യൂണിയൻ പൊളിഞ്ഞ അതിനുശേഷം റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ മിലിറ്ററി പവർ, അതിൻ്റെ എക്യുപ്മെൻസും ഇതേപോലെ എയർ ഡിഫൻസ് ഈ സംഭവങ്ങളൊന്നും ഇല്ലാതായി. ഇതാണ് ഇന്ത്യ വലിയൊരു ചേഞ്ചിന് വേണ്ടി പോവുകയാണ്. സത്യമാണ് സംഭവം. ഇന്ത്യ മുഴുവനായിട്ട് റഷ്യയെ മാറ്റുകയാണ്. അമേരിക്കൻ എക്യുപ്മെൻസ് വാങ്ങും. അമേരിക്ക ചരിത്രത്തിലാദ്യമായിട്ടാണ് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് എയർക്രാഫ്റ്റ് F-35 നാറ്റോയ്ക്ക് പുറത്ത് കൊടുക്കുന്നത്. അപ്പം നാറ്റോയ്ക്ക് പുറത്ത് ഇന്ത്യക്ക് ഏകദേശം 100ഓളം എയർക്രാഫ്റ്റാണ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് വരാൻ പോകുന്ന 10 വർഷത്തിനുള്ളിൽ. 100 എയർക്രാഫ്റ്റ് ഇന്ത്യക്ക് കിട്ടുവാണെങ്കിൽ അതായത് F-35 നമ്മൾ ചൈനയെ തോൽപ്പിക്കും. ചൈനയുടെ ഏത് മുക്കിന് മൂലയിൽ ഇത് കയറി അറ്റാക്ക് ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് ചൈനയ്ക്കും അറിയാം. ഇത് വന്നു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി പവറിലെ ലോകത്തിലെ 2ാമത്തെ മിലിറ്ററി പവറായിട്ട് ഇന്ത്യ മാറി. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പം എങ്ങനെ ഇന്ത്യ മാറി? ഇനി ഞാൻ എൻ്റെ പഴയ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ക്വാഡുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തു 5-6 മാസം മുമ്പ്. ക്വാഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക. ഇപ്പോൾ ക്വാഡിൻ്റെ പ്രത്യേകത ആദ്യത്തെ ക്വാഡ് ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് 2ാമത്തെ ക്വാഡ് അമേരിക്കയിൽ വെച്ച് നടന്ന ബൈഡൻ. അതിനുശേഷം ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് ഈ ക്വാഡ് രാജ്യങ്ങളുടെ മീറ്റിംഗാണ് ആദ്യം നടക്കുന്നത് 4 രാജ്യങ്ങളുമായിട്ട്. എന്താണ് ഈ അമേരിക്കയുടെ ഈ സംഭവം? ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. കാരണം ഈ 100 F-35 മേടിക്കാനുള്ള ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഇന്ത്യക്കില്ല. കാരണം ഹ്യൂജ് പ്രൈസായത്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിലയുള്ള ജെറ്റ് എയർക്രാഫ്റ്റ് ആയത്. അപ്പോൾ അതിൻ്റെ മേടിക്കുക മാത്രമല്ല, അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കണം. കാരണം നമ്മളിപ്പോൾ യൂസ് ചെയ്തത് റഷ്യൻ എയർക്രാഫ്റ്റും ഫ്രഞ്ച് എയർക്രാഫ്റ്റും ജഗ്വാറായ ബ്രിട്ടീഷ് എയർക്രാഫ്റ്റും. അപ്പോൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോം മുഴുവനും മാറ്റിയിട്ട് F-35 എയർക്രാഫ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് ഇതിനെ മാറ്റണം. ഇതാണ് അതിൻ്റെ അടുത്ത ചുവടുന്നത്. അതേ ഈ 10 വർഷം ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഹ്യൂജായിട്ടുള്ള ഫണ്ട് ഇന്ത്യയിലില്ല. ഹ്യൂജായിട്ടുള്ള പണം വേണം. അതാണ് ഈ ക്വാഡ് എന്ന് പറയുന്നത്. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓസ്ട്രേലിയയും ജപ്പാനും ഇന്ത്യക്ക് ഫണ്ട് ചെയ്യും ഇന്ത്യൻ ഡിഫൻസിന് വേണ്ടി. അന്ന് അതിൻ്റെ ഒത്തിരി പേർ തെറി വിളിച്ചു. അമേരിക്ക ഒരിക്കലും F-35 ഒരു രാജ്യത്തും കൊടുക്കത്തില്ല. അത് ഈ പറയുന്ന രാജ്യങ്ങൾക്ക് എന്ത് താല്പര്യമാണ് ഇന്ത്യ? അതായത് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ ഇട്ടാവട്ടം ചുറ്റുപാടും കണ്ടാൽ നിങ്ങൾ ഈ പറയുന്നത്. ഞാൻ ഈ ഡിഫൻസ് വീക്ക് അതും ഇതും ഒക്കെ ചള്ളു ചവറക്കരുത് വായിക്കും. അത് കഴിഞ്ഞ് അറിയാവുന്നവരോടൊക്കെ പലരും ചോദിക്കും എന്തുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല എക്സ്പേർട്ടുകളുണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ആകെ ഒരു സമ്പത്തെന്ന് പറയുന്നത് ധനമുണ്ടാക്കിയതല്ല പ്രധാനമായിട്ട്. എനിക്ക് നല്ല കോണ്ടാക്ട്സ്. ഇത്രയും വർഷം ഞാൻ ഈ ഡിഫൻസിൻ്റെ പല കേസുകളും അതും ഇതും ലോകം പലയിടത്തും സഞ്ചരിച്ച് എനിക്കുണ്ടായ നല്ല ബന്ധമായത്. ഇവരോട് ചോദിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും
സ്പെസിഫിക് ആയിട്ടുള്ള അതിൻ്റെ എക്സ്പേർട്ടുകൾ ചോദിക്കും, ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അന്ന് ഞാൻ പറഞ്ഞു ഇതേപോലെ ഓസ്ട്രേലിയയും ജപ്പാനും ഇന്ത്യക്ക് ഫണ്ട് ചെയ്യും. അമേരിക്കയുടെ താല്പര്യം എന്താണ്? ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ ഈ പ്രദേശത്തെ, അതായത് ഏഷ്യ, ഇന്ത്യ പസഫിക്, ഈ ഭാഗത്തെ നാറ്റോ പോലെ ആക്കിയെടുക്കുക. ഇതാണ് അമേരിക്കയുടെ താല്പര്യം. എന്തുകൊണ്ടാണ് മറ്റേ ജപ്പാനും ഓസ്ട്രേലിയയുടെ താല്പര്യം? കാരണം അവർക്ക് അത്രയും മാൻ പവർ ഇല്ല. കാരണം മാൻ പവർ അവർക്ക് ആ രാജ്യത്ത് അത്രയും മാൻ പവർ അവർക്കില്ല. ഇപ്പം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ അവർ ഉണ്ടാക്കിയെടുക്കുക, അതിനെ പൂർണ്ണമായിട്ടും ചൈനയെ കൗണ്ടർ ചെയ്യുക. ഇതാണ് ഉദ്ദേശ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ രണ്ട് രാജ്യങ്ങൾ, ഈ ട്രേഡ് ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം അവരിത് ഫണ്ട് ചെയ്യുന്നത്. ഇതാണ് ഈ സംഭവം കോഡ് എന്ന് പറയുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റേജിൽ കോഡിൽ ഉണ്ടാക്കാൻ പോകുന്ന ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സൗദി അറേബ്യയും UAE, തായ്വാനും ഹോങ്കോങ്ങും ഫിലിപ്പൈൻസും ഈ രാജ്യങ്ങൾ കോഡിൽ വരാൻ, അതായത് ഇന്ത്യ എന്ന് പറയുന്ന അമേരിക്ക പോലൊരു പവർഫുൾ മിലിറ്ററി രാജ്യമാകുക. അത് ആലോചിച്ച് നോക്കണം. എപ്പം ഇതൊക്കെ നിങ്ങൾ ചോദിക്കാം, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ്. കാരണം അമേരിക്കയ്ക്ക് ചൈനയെ കൗണ്ടർ ചെയ്തേ മതിയാവത്തുള്ളൂ. ഈ പറയുന്ന ജപ്പാൻ, ഓസ്ട്രേലിയ, സൗത്ത് കൊറിയ, ഈ രാജ്യങ്ങൾക്ക് ചൈനയെ കൗണ്ടർ ചെയ്യണം. അതിന് ഇന്ത്യയെ കൊണ്ടുവരണം. കാരണം ഇന്ത്യയുടെ മിലിറ്ററി മാൻ പവർ അത്ര കൂടുതലാണ്. കാരണം നമുക്ക് മാൻ പവർ ഉണ്ട്, ഇന്ത്യയുടെ സൈന്യം അത്ര വലിയ വോളിയുമാണ്. അപ്പോൾ അതിനെ വെൽ ട്രെയിൻ ചെയ്ത് വെൽ എക്വിപ്ഡ് ആയിട്ട് ഈ പറയുന്ന F-35 എന്തുകൊണ്ടാണ് ഈ അമേരിക്ക ആമേർഡ് ഇൻഫൻട്രി, മെക്കനൈസ്ഡ് ഇൻഫൻട്രി വെഹിക്കിൾസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന് മാത്രം ഒരു കൊടുത്തിട്ട് പറയാം ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി എടുത്തു, 570 എണ്ണം നിങ്ങൾക്ക് ഉണ്ടാക്കാം. അത് കഴിഞ്ഞ്, കാരണം ഇന്ത്യയിൽ 18 എണ്ണം ഇൻഫൻട്രി മെക്കനൈസ്ഡ് ഇൻഫൻട്രിയാണ്. ഈ മെക്കനൈസ്ഡ് ഇൻഫൻട്രി എന്താണെന്ന് നിങ്ങൾക്കറിയും. അതായത് നമ്മൾ ഈ ആമേർഡ് ടാങ്ക് അല്ല, മറ്റേ ഇങ്ങനെ ടെറൈനിൽ പോകുന്നതല്ല, മൗണ്ടൻ പോലുള്ള സ്ഥലത്ത് പോകുന്ന അത് ആമേർഡ് വെഹിക്കിളാണ് ഈ സംഭവം. അതായത് ലേയിലും ലഡാക്കിലും കുന്നിൻ്റെ മുകളിൽ ഇപ്പം കയറും, എന്നിട്ട് അവിടുന്ന് ഫയർ ചെയ്യും. അത് ഇന്ത്യ ഉപയോഗിക്കുന്ന വളരെ പഴയതായ റഷ്യൻ ഒബ്സിലീറ്റായ സാധനമാണ്. ഇത് നേരത്തെ ബൈഡൻ ഇരുന്ന സമയത്ത് ഇന്ത്യ ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്ത് വേണം. കാരണം അമേരിക്കയുടെയാണ് സുപ്പീരിയർ സാധനമാണ്. അപ്പോൾ അത് ഇന്ത്യക്ക് അതിൻ്റെ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി കൊടുത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുകയും അതിനുശേഷം അമേരിക്കയുടെ ലൈസൻസോടുകൂടി ഇന്ത്യക്ക് മറ്റുള്ള രാജ്യങ്ങൾക്കും കൊടുക്കാം. F-35 ഒന്നും ഒരു തരത്തൊന്നുമില്ല. പിന്നീട് എന്താ അതിൻ്റെ കോൺട്രാക്റ്റ് മറ്റൊരു വശം? ഇപ്പം ഇന്ത്യക്ക് ആവശ്യമുള്ള ലേറ്റസ്റ്റ് ഡ്രോൺസ് എന്താണ് സംഭവം? ലേറ്റസ്റ്റ് ഡ്രോൺ എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ? അതായത് F-35 പോകുന്നതിന് മുമ്പ്, അറ്റാക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ ചൈന, ഇപ്പം നമ്മുടെ ഇപ്പോൾ പ്രധാന എനിമി എന്ന് പറയുന്നത് പാകിസ്ഥാനൊന്നുമല്ല, ചൈനയായി. അപ്പം അവിടെ ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, സർഫേസ് ടു എയർ, അതായത് SAM സിസ്റ്റം എന്നാണ് പറയുന്നത്, സർഫേസ് ടു എയർ ആമേർഡ് ഡിവിഷൻ, ആ സിസ്റ്റമാണ് ഈ സംഭവം. അപ്പോൾ അതിനെ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് വാർണിംഗ് സിസ്റ്റം കൊടുത്ത് അതിനെ നശിപ്പിക്കുക. എന്നിട്ടാണ് F-35 ഇതേപോലെ തന്നെ ഈ എവിടെയാണ് റഡാർ അതിനെ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനെ തകർക്കും. എന്നിട്ട് പോയിട്ട് അതിനെയൊക്കെ തോലയ്ക്കും. അതായത് ചൈനയുടെ മുഴുവനും മിലിറ്ററി സിസ്റ്റം ഈ നമുക്ക് 100ഓളം F-35 കിട്ടുവാണെങ്കിൽ ഇന്ത്യയുടെ കൺട്രോളിലാണ്. അതായത് ചൈന നമ്മുടെ ഇന്ന് വളരെ എഡ്ജെന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിട്ട് ചൈന താഴെ പോകും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഈ പറയുന്ന ചൈനയ്ക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഈ ധാരണയിൽ F-35 തരാൻ. അതിനകത്ത് ചിലപ്പോൾ ഇന്ത്യ ചില നിബന്ധനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഫർദർ നെഗോസിയേഷനിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുക. കാരണം ഇന്ത്യക്ക് F-35 തരുമ്പോഴേ മുഴുവനും പ്ലാറ്റ്ഫോം, അതായത് സുക്കോയുടെയും MiG-21ൻ്റെയും ജഗ്വാറിൻ്റെയും റഫേലിൻ്റെയും ഇപ്പോഴാ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഫെസിലിറ്റീസാണ്. അപ്പം അത് റീപ്ലേസ് ചെയ്യുമ്പോൾ അത് മറ്റൊരു സംഭവം ഉണ്ടാക്കിയെടുത്ത ശേഷം ഇന്ത്യയുടെ ഒരു ഡിമാൻഡുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ അവർ വെപ്പൺ തന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ അമേരിക്കയുടെ പെർമിഷൻ എടുക്കണം. അത് ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യും. കാരണം ഇപ്പോൾ എവിടെ അറ്റാക്ക് ചെയ്യണം, എവിടെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് അമേരിക്കയുടെ പെർമിഷൻ ഇല്ലാതെ അറ്റാക്ക് ചെയ്യണം. മനസ്സിലാക്കി. നാറ്റോ രാജ്യങ്ങളും ടർക്കി ഉൾപ്പെടെ സൗദി അറേബ്യ എല്ലാ രാജ്യങ്ങളും അമേരിക്കൻ വെപ്പൺ ഉപയോഗിക്കുമ്പോൾ അവർ നേരത്തെ അമേരിക്കയുടെ പെർമിഷൻ എടുക്കണം. അവരുപയോഗിക്കാൻ പോവുക ഇന്ന രാജ്യത്തിനെതിരെ, ഇന്ന ഭാഗത്താണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ കാഷ്വാലിറ്റി ഇത്ര വരും, മരണം എത്ര വരും, നേരത്തെ പെർമിഷൻ എടുക്കണം.
ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. പക്ഷേ ഇന്ത്യ അവിടെ അതാണ് ട്രംപ് പറഞ്ഞ മോദി ഭയങ്കര ഒരു നെഗോഷിയേറ്ററാണ്. ഞാൻ പറഞ്ഞു മോദി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മിടുക്കന്മാരെന്ന് പറയുന്നത്, ഞാൻ കോമൺ ആയിട്ട് സെൻസിൽ പറയുകയാണ്, ഈ കച്ചവടക്കാർ. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കച്ചവടക്കാരന് ഭയങ്കര കാരണം അവൻ കച്ചവടത്തിൻ്റെ ലാഭവും നഷ്ടവും ഉണ്ടാക്കി എടുക്കുന്നവൻ കച്ചവടക്കാർ ഭയങ്കര മിടുക്കന്മാർ. അപ്പം മോദി ഗുജറാത്തി കച്ചവടക്കാരാ, ട്രംപ് അമേരിക്ക കച്ചവടക്കാർ, രണ്ട് കച്ചവടക്കാരിരുന്നു. അല്ലാതെ കച്ചവടക്കാരന് മോശമായിട്ടുള്ള സെൻസിലല്ല ഞാൻ ഈ പറഞ്ഞത്. അതാണ് നെഗോഷിയേറ്റ് ചെയ്തത് പലതും. അപ്പം അതിൻ്റെ അകത്ത് അമേരിക്കൻ സാധനങ്ങൾ ഇന്ത്യയിൽ വരേണ്ടി വരും. ഈ പറയുന്ന ടാരിഫ് ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ പ്രശ്നമാണ്. കാരണം ഏപ്രിൽ 1 മുമ്പ് അമേരിക്കയുടെ പല പ്രോഡക്റ്റുകളും ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കും വളരെ റീസണബിൾ റേറ്റിൽ. കാരണം അതിൻ്റെ അകത്ത് ഇന്ത്യ ഗവൺമെൻറ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കും. ആ രീതിയിലാണ് പല കാര്യങ്ങളും. ഇനിയും നമ്മൾ ഈ വെപ്പൺസിൻ്റെ കാര്യം, F-35 കാര്യം, ഈ റീജിയൻ്റെ നോക്കുവാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ചൈനയ്ക്ക് മേളിൽ വരുന്നു. അതായത് ഈ ഭാഗത്തെ നാറ്റോ, ഈ സംഭവം ഞാൻ 6 മാസം മുമ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എതിർത്തു. ഒരാഴ്ച മുമ്പ് എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ വീക്കിൽ ഞാൻ പറഞ്ഞ അതേ സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് അത് വായിച്ചവർക്ക് മനസ്സിലായി കാണും ഞാനന്ന് പറഞ്ഞത് ഇന്ന് ഈ പറഞ്ഞത് ഏതാണ്ട് ഒരേപോലെ ആയിരുന്നു. അതായത് ഇന്ത്യ സൂപ്പർ ഡൂപ്പർ പവറായിട്ട് വരും. അപ്പം നമ്മൾ ഇതിൻ്റെ കൺക്ലൂഡ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത്, നമ്മൾ എക്കണോമിക്കലി ഡെവലപ്പ് ആകുമ്പോൾ ഇതേപോലെയുള്ളൊരു നാറ്റോ പോലെ, അതായത് ഇന്ത്യ ആണ് അതിൻ്റെ സുപ്പീരിയർ, അമേരിക്കയുടെ റോള്, ഇതേപോലെയുള്ള മറ്റ് രാജ്യങ്ങളുമായിട്ട് ചേർന്ന് മിലിറ്ററി ടൈപ്പ് ഉണ്ടാകുമ്പോൾ, അതായത് അമേരിക്കയുടെ റോളുണ്ട്, ഇൻക്ലൂഡിങ് സൗദി ആണെങ്കിലും UAE ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും കൊറിയ ആണെങ്കിലും ഇന്ത്യക്കൊരു ഡോമിനേറ്റഡ് റോൾ ഉണ്ടാകാൻ പോവുക. അതുപോലെ ചൈനയുടെ മുകളിൽ മുഴുവനായിട്ട് അപ്പർ ഹാൻഡ്. നിങ്ങൾ മനസ്സിലാക്കുക, റഷ്യ എന്ന് പറഞ്ഞാൽ അവരുടെ മിലിറ്ററി പവറും കംപ്ലീറ്റ് നാശക്കോടാലിയായിട്ട് മാറി. ആ ഒരു പവറായിട്ട് ഇന്ത്യയെ മാറ്റി ചൈനയെ കൗണ്ടർ ചെയ്യുമോ, ഇതാണ് അമേരിക്കയുടെ ഉദ്ദേശ ലക്ഷ്യം. അതിന് അനുകൂലം നിൽക്കുന്നവരാണ് ഓസ്ട്രേലിയയും ജപ്പാൻ. അതുകൊണ്ടാണ് അവർ ഫണ്ട് ചെയ്യുന്നത്. കാരണം അവരുടെ നേവിയുടെ വരാൻ പോവുകയാണ്. അതായത് ഇന്ത്യൻ നേവിക്ക് വേണ്ടി പുതിയ വെസൽസ് മുഴുവനും പ്രത്യേക രീതിയിൽ അമേരിക്കൻ ടെക്നോളജിയിൽ ഉണ്ടാക്കി ജപ്പാൻ ഉൾപ്പെടെ, കാരണം ഇന്ത്യക്ക് കൊടുക്കാൻ അതേപോലെ ട്രെയിൻ ചെയ്യാൻ പോവുക. ഈ ഒരു റോളിലൊക്കെ ഇന്ത്യ മാറുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, ഇവിടെ ഇന്ത്യ ഭരിക്കേണ്ടത് മോദിയും BJPയും ആയിരിക്കണം. അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസിനെ കൊണ്ട് ചിന്തിക്കാൻ പറ്റും ഇന്ത്യക്ക് ഇങ്ങനൊരു സുപ്പീരിയർ റോള് ഈ റീജിയൻ്റെ അകത്ത് വരികയാണ്. ഇതേപോലെയുള്ള രാജ്യങ്ങളുടെ സെക്യൂരിറ്റി ഇന്ത്യയാണ് നോക്കുന്നത്, അതിനവർ ഫണ്ട് ചെയ്യുന്നു. അതായത് എങ്ങനെയാണ് അമേരിക്ക ബിഹേവ് ചെയ്യുന്ന ലോകത്ത്, അതായത് ലോക പോലീസായിട്ട്, ഈ റീജിയൻ്റെ ലോക പോലീസായിട്ട് ഇന്ത്യ മാറുക. അതിന് നമ്മൾ ബേസിക്കലി അഭിനന്ദിക്കേണ്ടത് നരേന്ദ്രമോദിയെ, ഈ BJP ഗവൺമെൻറ്റിനെയാണ്. അപ്പോൾ അതിനെ തെറി വിളിക്കുന്ന സുഡാപ്പികളും മറ്റുള്ളവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്. ഇന്ത്യ എന്ന് പറയുന്നൊരു സുപ്പീരിയർ പവർ ആയി കഴിയുമ്പം ഇവിടെയുള്ള ചെറിയ അറേബ്യൻ രാജ്യങ്ങൾ, ചെറിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ വന്ന് കാലേ പിടിക്കും. കാരണം അവൻ്റെ സെക്യൂരിറ്റി ഇന്ത്യയുടെ ചുമതലയാണ്. അതാണ് ലോക പോലീസ് എന്ന് പറയുന്നത്. അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ലോജിക്കും അതിന് ഇത് ചിന്തിക്കണം. എന്താണ് ഈ ഗെയിം പ്ലാൻ ഡീപ് സ്റ്റേറ്റ് ആയിരിക്കാം, പക്ഷെ അതുകൊണ്ട് ഇന്ത്യക്ക് പ്രയോജനമില്ലയോ? ഇന്ത്യ എന്ന് പറയുന്ന ഈ റീജിയനിലെ ഒരു സുപ്പീരിയർ ഡൂപ്പർ പവറായിട്ട് മാറി. സോ അൺഇമാജിനബിൾ, ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ഒരു 2 വർഷം മുമ്പ്. കോഡിന് ശേഷമാണ് എനിക്ക് മനസ്സിലായ ഗെയിം എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയലൈസ് ചെയ്ത എക്സിക്യൂഷൻ കഴിയുമ്പം ഇന്ത്യ എന്ന് പറയുന്ന ഒരു സുപ്പീരിയർ സംഭവമായിട്ട് വരുമ്പോൾ, അപ്പോൾ അതിനെ എതിർക്കുന്ന രീതിയിൽ കേരളത്തിലെ മീഡിയയും ഇവിടുത്തെ സുഡാപ്പികളും പറയുമ്പോൾ ബോധമുള്ളവൻ ചിന്തിക്കുക, ഇന്ത്യ എന്ന മഹാരാജ്യം വല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ആ പോക്ക് മുന്നോട്ട് തന്നെ പോകണം. മോദി തന്നെ ആയിരിക്കണം ഇന്ത്യയെ നയിക്കേണ്ടത്.